കുഞ്ഞച്ചൻ ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയം ചന്തയുടെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ഹായ്, വെൽക്കം ടു ഇപ്ര വ്ളോഗ്സ്. ഇപ്ര വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ട്രിവാൻഡ്രത്തിനടുത്ത് വെള്ളായണി എന്ന സ്ഥലത്ത് മുകളൂർ മൂലയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 36 വർഷങ്ങൾക്ക് മുമ്പ് 1990 ഡെന്നീസ് ജോസഫിൻ്റെ തിരക്കഥയിൽ TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ അതിലെ ഇന്നസെൻ്റ് അവതരിപ്പിച്ച കൂനാമൂച്ചിയിൽ മിഖായിലിയേട്ടൻ്റെ വീടാണ് ആദ്യം ലൊക്കേഷനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ വീടാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ കൂനാമൂച്ചിയിൽ തറവാടായിട്ട് കാണിച്ചിരിക്കുന്നത്. 36 വർഷങ്ങൾക്ക് ശേഷവും ആ വീട് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീടിൻ്റെ ഗ്രില്ലുകളും കാര്യങ്ങളും ഒക്കെ അതേപടി തന്നെ ഇപ്പോഴും ഉണ്ട്. ആ വാതിലുകൾ, തൂണുകൾ ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചിത്രത്തിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ എന്ന പ്രതാപ് ചന്ദ്രന്, അദ്ദേഹത്തിൻ്റെ മകൻ ബാബുവാനെ അവതരിപ്പിച്ച ജിമ്മി, ഇവരൊക്കെ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ താമസിക്കുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത്. പക്ഷേ എന്താ പറയുന്നത്, ക്യാമറാമാനും സംവിധായകനും ഒക്കെ തമ്മിൽ പ്രേക്ഷകരുമായിട്ട് ഒരു ഒളിച്ചേപ്പാത്തെ കളി നടത്തും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഒന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപ് ചന്ദ്രൻ്റെയും മറ്റേ നമ്മുടെ ബാബു ആൻ്റണിയുടെയും ഒക്കെ വീടുള്ളത് അത് വേറൊരു സ്ഥലത്താണ്. അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വീട് കാണിച്ചിരിക്കുന്നത്. ഈ വീട് ഇവിടെ ഇത് മാത്രമായിട്ടാണ്, ഈ വീട് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പം പ്രേക്ഷകരെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് ഇത് രണ്ടും അടുത്ത വീടാണ് എന്ന രീതിയിൽ. അത് സംവിധായകനും ക്യാമറാമാനും കൂടെ ഒളിച്ചേപ്പാത്തെ കളി പ്രേക്ഷകരുമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശദമായ സീനുകളിലേക്ക് നമുക്ക് പോകാം. ഇതിൽ മമ്മൂട്ടി വന്ന് താമസിക്കുന്ന ഒരു ചായ്പുണ്ട്. ഈ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ആ ചായ്പ് അന്ന് കാണിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെയായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ചിരുന്ന കോട്ടയം കുഞ്ഞച്ചൻ താമസിച്ചിരുന്ന വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു. ഇപ്പോൾ ആ വീട് ഒക്കെ അവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം ആ വീട്, ആ ചായ്പായിട്ടുള്ള സ്ഥലം ഒന്നും ഇപ്പോൾ ഇല്ല. ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ഈ കിണർ 3ഓളം സീനുകളിൽ കാണിക്കുന്നുണ്ട്. അത് വീടിനോട് ചേർന്നുള്ള കിണർ തന്നെയാണ്. അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കൊണ്ടുപോയി വീട്ടിലേക്ക് താമസിപ്പിക്കാനായിട്ട് ഇന്നസെൻറ്റും KP ലളിതയും കൂടെ തീരുമാനിച്ച് താക്കോൽ കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് രഞ്ജിനിയുടെ കഥാപാത്രം ഉഷയുടെ കഥാപാത്രം അതൊന്ന് വെഞ്ചരിക്കുക പോലും ചെയ്യാത്തതാ. അമ്മാച്ചന്മാർ വന്നിട്ട് പോലും അവരെ അവിടെ താമസിപ്പിച്ചിട്ടില്ല. ഈ KD ആണോ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്ന സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കിണറിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ്. ആ കിണർ ഈ 36 വർഷങ്ങൾക്ക് ശേഷവും ആ കിണറൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ആ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പുറകിൽ കാണിക്കുന്ന ജനലുകളൊക്കെ അതൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ പള്ളിയിൽ പോകുന്നതിനായിട്ട് നമ്മുടെ മിഖായിലിയേട്ടൻ കുളിച്ചിട്ട് ഈ കിണറിൻ്റെ അരികിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിട്ടാണ് പോകുന്നത്. അതുകൂടാതെ വേറൊരു ഷോട്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ KP ലളിത രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഉഷയും അതുപോലെ തന്നെ രഞ്ജിനിയുടെ കഥാപാത്രവും ഇവിടെ നിന്ന് വെള്ളം കോരുന്ന സീനൊക്കെ ഉണ്ട്. 36 വർഷങ്ങൾ പിന്നിടുന്നു കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ ഇറങ്ങിയിട്ട്. ഇപ്പോഴും ഈ കിണറൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പുതിയതായിട്ടൊരു കാർ ഷെഡ്, ഈ കാണുന്ന ഒരു കാർ ഷെഡാണ്. അതന്ന് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർ ഷെഡ് ഇല്ല. ഇത് പിന്നീട് ഈ കാർ ഷെഡ് പിടിച്ചതാണ്. ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇതുണ്ടായിരുന്നില്ല. സിനിമയിൽ നമ്മുടെ മമ്മൂട്ടിയുടെ കൂടെയുള്ള ബൈജുവിൻ്റെ കഥാപാത്രം ഒരു കുപ്പി കള്ളുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം അകത്തിരിക്കുകയാണ്.
അപ്പൊ ഈ വരുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ചാരുകസയിൽ ഇരിക്കുന്ന ഇന്നസെന്റ് കഥാപാത്രം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് ബൈജു ചോദിക്കുന്നുണ്ട്, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെയല്ലേ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താ ഈ കോണിൽ നിന്ന് ഷൂ എന്ന് വിളിക്കും. അപ്പോഴത്തേക്ക് ഇന്നസെന്റ് പെട്ടെന്ന് ഇവിടെ നിന്ന് ചോദിക്കും, അതെന്താ ഒരു സൗണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കോട്ടയം കുഞ്ഞച്ചൻ അവിടെ നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്ക് പയ്യെ വാദത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നാന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു കള്ളും കുപ്പി നൈസായിട്ട് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്നസെന്റ് കാണാതെ കൊണ്ടുപോയി മമ്മൂട്ടി ബൈജുവിന്റെ ആ കള്ളും കുപ്പി മേടിക്കും. എന്നിട്ട് പൈസ കൊടുക്കുന്നതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പം ബൈജു വലിയ കേടിയാണ്, ഒരു കുപ്പി കള്ളു കുടിക്കണമെങ്കിൽ ഇത്ര പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കള്ളും കുപ്പി കൊടുത്തിട്ട് ബൈജു അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ രഞ്ജിനിയുടെ കഥാപാത്രം മമ്മൂട്ടി ആ കള്ളും കുപ്പി മേടിച്ചോണ്ട് പോകുന്നത് കാണും. ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു, ഈ ജനലിനോട് ചേർന്നായിരുന്നു ആ വാതില് ഉണ്ടായിരുന്നത്. ആ വാതിലിന്റെ അവിടെ നിന്നാണ് രഞ്ജിനിയുടെ കഥാപാത്രം മമ്മൂട്ടി കള്ളും കുപ്പി മേടിച്ചോണ്ട് പോകുന്നത് കാണുന്നത്. ഇപ്പോൾ അവര് അവിടെ ആ വാതിലൊക്കെ കളഞ്ഞ് അവിടെ കെട്ടിയടച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ ജനലിന്റെ തൊട്ടടുത്തായിരുന്നു ആ വാതിലുണ്ടായിരുന്നത്. അപ്പം രഞ്ജിനി അവിടെ നിന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക, തുണി എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മമ്മൂട്ടി കള്ളും കുപ്പിയായിട്ട് ഈ തുണിയൊക്കെ വിരിച്ചിരിക്കുന്നുണ്ടോ. ഇവിടെയായിരുന്നു നമ്മുടെ ആ ചായ്പ്, മമ്മൂട്ടി താമസിച്ചിരുന്ന ചായ്പ് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് രഞ്ജിനിയുടെ കഥാപാത്രം ഇവിടെ നിന്നിട്ട് മമ്മൂട്ടി കള്ളും കുപ്പി മേടിച്ചുകൊണ്ട് പോകുന്നത് കാണുകയും ഓടി അകത്ത് പോയി നമ്മുടെ KP എസ് ലളിതയോട് പറയുകയും KP എസ് ലളിത വന്ന് ഇന്നസെന്റിനോട് പറയും കള്ളും കുപ്പിയായിട്ടാ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഓടി ഇന്നസെന്റ് കഥാപാത്രം ഓടി വന്നിട്ട് അകത്ത് കയറിയിട്ട് കുഞ്ഞച്ച ഇതെന്ത് തെമ്മാടിത്തരായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മമ്മൂട്ടി താമസിച്ചിരുന്ന ആ ചായ്പ് ഇപ്പോൾ ഇവിടെ ഇല്ല, അതവര് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പരിഷ്കാരിയായ കുഞ്ചന്റെ കഥാപാത്രവും അവിടെ ഫാമിലിയും ഇവിടെ ഈ കാറില് വന്ന് ഇറങ്ങുന്നത്. കാറില് വന്ന് ഇറങ്ങിയിട്ട് അവരിതാ ഇവിടുന്ന് അകത്തേക്ക് കയറിപ്പോകും. അവര് ഈ മുറിയിലാണ് അവർ ഇരിക്കുന്നത്. ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഈ മുറിയിലാണ് കുഞ്ചന്റെ കഥാപാത്രം വന്ന് രഞ്ജിനിയെ പെണ്ണ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം മമ്മൂട്ടി പുറത്തുനിന്ന് മീനും ഒക്കെ ആയിട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ഈ കല്യാണം മുടക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ കുഞ്ചനോട് പരിഷ്കാരിയായിട്ടുള്ള കുഞ്ചനെ ശരിക്കും കളിയാക്കിയൊക്കെ സീനുകളൊക്കെ ഈ മുറിയിലാണ്. ഒരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. KP എസ് ലളിതയുടെ കഥാപാത്രം ഒരു തേങ്ങയൊക്കെ പൊതിച്ച തേങ്ങയുടെ ചകിരിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ഈ അടുക്കളയിലെ ഈ ജനലിന്റെ ഈ ഗ്രില്ലിന്റെ കമ്പിയിരിക്കുന്ന അതിന്റെ സൈഡിലായിട്ടാണ് KP എസ് ലളിതയുടെ കഥാപാത്രം പുറത്തുനിന്ന് തേങ്ങ പൊതിച്ച് അതിന്റെ ചകിരി കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെയായിട്ടാണ്. അതിനുശേഷം ഇങ്ങനെ അവര് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതാണ് അടുക്കള. അടുക്കളയുടെ ഗ്രില്ല് ഒക്കെ 36 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയുടെ ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്ന സമയത്ത് പുറകിലായിട്ട് ഒരു കൂട് പോലെ ഒരു സംഭവം കാണാം. അത് ഇവരുടെ പശുക്കൂടായിരുന്നു, വിറകുവരെയും പശുക്കൂടും ഒക്കെ ആയിട്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പൊളിച്ചു പണിത് അവിടെ ഇപ്പൊ ഒരു വീട് വന്നിട്ടുണ്ട്. അന്ന് ആ പുറകിലായിട്ട് കാണിച്ചിരുന്ന വീടൊന്നും ഇപ്പൊ ഇല്ല, അതും എല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇപ്പൊ കാണുന്നത് ഒരു പുതിയ വീടാണ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആ പുറകിലായി കാണിച്ചിരുന്നത് ഇവിടുത്തെ പശുക്കൂടായിരുന്നു, അതുപോലെ വിറകുവരെയൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇവിടെ ഇല്ല. മുകളൂർ മൂലയിലെ ലൊക്കേഷൻ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത നമ്മൾ കോട്ടയം കുഞ്ഞച്ചൻ്റെ ലൊക്കേഷൻ തേടി പോകുന്നത് പ്രകൃതി രമണീയമായ അമ്പൂരിയിലേക്കാണ്. അപ്പോൾ അമ്പൂരിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കോട്ടയം കുഞ്ഞച്ചൻ്റെ ടൈറ്റിൽ സോങ്ങിൽ കാണിക്കുന്ന മലനിരകളൊക്കെ ഇതാണ്. ആ പുഴയും മലനിരകളും ഈ കാണുന്നതാണ്. ഇത് നമ്മുടെ അമ്പൂരിയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇതൊക്കെ ഉള്ളത്. നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്.
മാമലകൾ തെന്നി വരും തേൻപുഴകൾ പാടുന്നു. സെന്റ് തോമസ് HSS അമ്പൂരി ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് അടുത്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ അടുത്ത ഒരു സീന് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സീന് ഏതാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിലാണ് അന്ന് ഈ ചിത്രത്തിൻ്റെ ഒരു സീന് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ ഹൃദയവനിയിലെ എന്ന ഗാനം ഒരു ഗാനമേളയ്ക്ക് വൈകിട്ട് പാടുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്. മമ്മൂട്ടിയും രവി വെള്ളത്തോളും രഞ്ജിനിയും ഇന്നസെൻ്റ് അവരെല്ലാവരും കൂടെ വന്നു നിന്ന് വൈകിട്ടത്തെ ആ ഗാനമേള ഈ ഗ്രൗണ്ടിലാണ് അന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അമ്പൂരി എന്ന തിരുവനന്തപുരത്തെ മലയോര ഗ്രാമത്തിൻ്റെ ഭംഗിയാണ്. എത്ര മനോഹരമായ പ്രദേശമാണ് ഇതെന്നറിയാവോ. അന്ന് ഇവിടെയാണ് ആ സീന് ചിത്രീകരിച്ചത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പൂരി ടൗണിലേക്കാണ്. ഇവിടെയാണ് കോട്ടയം കുഞ്ഞച്ചനിലെ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സ്കൂള് ഉണ്ടായിരുന്നത്. ആ ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ സെറ്റ് ഇടുകയാണ് ചെയ്തിരുന്നത്. അന്ന് ഇതൊരു ഒരു ഗ്രാമപ്രദേശം പോലെയായിരുന്നു. ഇന്ന് ഒരു ചെറിയ ടൗണാണ്. അപ്പം ഇപ്പം കണ്ടാൽ അതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ കാണുന്ന കാഴ്ചകളൊക്കെ അമ്പൂരി ടൗണിൽ നിന്നുള്ള കാഴ്ചകളാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഈ ഹീറോ ഹോണ്ടയുടെ സെയിൽസ് സർവീസ് സ്പെയർ പാർട്സ് എന്ന് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കടയാണ്. അന്ന് പച്ചക്കുളം വാസു വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇവിടെയായിരുന്നു. അതുപോലെ തോനയിൽ കൊച്ചാപ്പി എന്ന ജഗതിയുടെ കഥാപാത്രവും ഒക്കെ വന്നത് ഇതാ ഇവിടെയായിട്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ആ വണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇന്ന് ഇതെല്ലാം ടാറിട്ട് ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് അന്ന് ആ സീനിൽ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആ വണ്ടി ഇങ്ങോട്ട് കയറി വരുന്ന ഒരു ചെറിയ കയറ്റത്തെയാണ്. ഇവിടെ ഒരു ചെറിയ കയറ്റമുണ്ട്. ആ കയറ്റത്തിലാണ് വണ്ടി വന്ന് നിൽക്കുന്നത്. ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ നടക്കുമ്പോഴത്തേക്ക് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് അന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ ഗേറ്റ് കയറി വരുമ്പോഴത്തേക്ക് എതിർവശത്ത് ഒരു ചെറിയൊരു ചന്ത പോലെയുണ്ട്, കപ്പയൊക്കെ ആയിട്ട്. അന്ന് ഈ സമയത്ത് ഈ കടകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന കടകളൊക്കെയാണ് ചെറിയ തോതിൽ അതൊക്കെ ഒതുക്കി പണിതിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഡ്രൈവിംഗ് സ്കൂളിന്റെ നടത്തിയിരുന്നതിന്റെ ഓപ്പോസിറ്റുള്ള അന്ന് ചന്തയായിട്ട് കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം ഇവിടെ വരുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ആയിട്ടൊരു വണ്ടിയിൽ, 2 വണ്ടിയിൽ, കാറും പിന്നെ പുറകെ ഒരു വണ്ടിയായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ ഇറക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് എതിരെ ഒരു ചെറിയ ചന്ത പോലെ കുറേ കപ്പയൊക്കെ വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ തൊഴിലാളികളായിട്ട് കുറച്ച് പേരുണ്ട്. അവരുമായിട്ട് മമ്മൂട്ടി ഇവിടെ ഒരു സംഘടനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അന്നുള്ള ഒരു കടയാണ് ഈ കാണുന്നത്. ആ സംഘടന നടക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു കൂൾ ബാർ എന്നൊക്കെ പറഞ്ഞ് കപ്പയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് വന്നിട്ട് അടി കൂടുമ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു സീനിൽ ഈ കടയുടെ ഈ തടിയിൽ പിടിച്ചിട്ട് ആണ് എടുത്ത് ചാടി ചവിട്ടുന്ന ഒരു സീൻ. അത് ഈ കടയുടെയാണ്. അതേ സ്ഥലം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് വേറൊരാളായിരുന്നു കട നടത്തിയിരുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു സൂപ്പർ സീനുണ്ട്. ഈ കടയുടെ ഈ മേളിൽ പിടിച്ചിട്ടാണ് മമ്മൂട്ടി ചാടി ചവിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ചേട്ടനാണ് പറഞ്ഞത്. ഇവിടെ ചെറിയ ചായക്കടയായിട്ടാണ് ഇപ്പോൾ ഈ കട പ്രവർത്തിക്കുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ കാണിക്കുന്ന പള്ളിയുണ്ട്. അതായത് മമ്മൂട്ടി തൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനത്തിന് അച്ഛനെ വിളിക്കാനായിട്ട് വരുന്ന ഒരു പള്ളി കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് പോകുന്ന ഒരു പള്ളി. സെന്റ് ജോർജ് ഫെറോന ചർച്ച് അമ്പൂരി. ഈ പള്ളിയാണ് അന്നത്തെ കോട്ടയം കുഞ്ഞച്ചനിൽ കാണിക്കുന്ന പള്ളി. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സീന് എന്ന് പറയുന്നത് ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ തല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്നസെന്റിന്റെ ഭാര്യയായ ഏലിയാമ്മ, KPC ലളിതയുടെ കഥാപാത്രം തൻ്റെ ആങ്ങളമാരെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. അതായത് ഉപ്പുകണ്ടം മലഞ്ചരക്ക് വ്യാപാരം എഴുതിയിരിക്കുന്ന ആ ജീപ്പിൽ KPC ലളിതയുടെ കഥാപാത്രം സുകുമാരനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക്
ആ ജീപ്പ് വരുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ സുകുമാരന്റെ കഥാപാത്രവും KP ലളിതയുടെ ഒക്കെ കഥാപാത്രവും ആ ജീപ്പിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയിലച്ഛൻ അവരെ തടയാൻ വേണ്ടിയിട്ട് കപ്പ്യാരി എന്ന് പറയും, അച്ഛ ഒരു സംഘർഷം ഇവിടെ ഒരു വെട്ടും കുത്തും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ അവരെ തടയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഈ പടിക്കെട്ടിന് താഴെയാണ്. അപ്പോൾ അകലേന്ന് അവർ ആ ജീപ്പിൽ വരുമ്പോഴത്തേക്ക് KP ലളിതയുടെ കഥാപാത്രം പറയും, ഇതാണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നതെന്ന് പറയും. അപ്പം സുകുമാരന്റെ കഥാപാത്രം പറയും, വേണ്ട വേണ്ട നിർത്തണ്ട, വണ്ടി വിട്ടു പൊക്കോളാൻ പറയും. അപ്പോഴത്തേക്ക് ആ സ്പീഡിൽ ആ ജീപ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കുത്തിക്കിടക്കുന്ന ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ജീപ്പിന്റെ വീല് വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അച്ഛന്റെ ലോഹയിലും കപ്പ്യാരും അച്ഛനും കൂടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പം അച്ഛന്റെ ലോഹയിലേക്ക് ചെള്ള തെറിക്കുന്ന സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. അടുത്തതായിട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രം ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനത്തിനായിട്ട് അച്ഛനെ വിളിക്കാനായിട്ട് ഈ പള്ളിയിൽ വരികയും അതിനുശേഷം അച്ഛനോട് സംസാരിച്ച ശേഷം മമ്മൂട്ടിയുടെ കഥാപാത്രം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വേദപാഠം പഠിക്കാനായിട്ട് അങ്ങോട്ട് കയറി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉഷയുടെയും രഞ്ജിനിയുടെയും കഥാപാത്രങ്ങൾ മമ്മൂട്ടിയുമായിട്ട് സംസാരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം മമ്മൂട്ടി ചോദിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെ അവരോട് സംസാരിക്കുകയും, അപ്പം ഉഷയുടെ കഥാപാത്രം ചോദിക്കും എന്നെ അറിയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ കോട്ടയം കുഞ്ഞച്ചനല്ലേ എന്ന് ചോദിക്കുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോഴത്തേക്ക് ഈ ഇവിടെ ചിത്രീകരിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന കെട്ടിടത്തിന്റെ ജനലുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ജനലുകളൊക്കെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു നീല പെയിന്റ് അടിച്ചാണ്. അപ്പം പെയിന്റ് ഒക്കെ അടിച്ചത് മാറിയിട്ടുണ്ട്. ആ ഒരു സീന് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. രഞ്ജിനിയുടെയും ഉഷയുടെയും കഥാപാത്രം മമ്മൂട്ടിയോട് നിന്ന് സംസാരിക്കുന്ന സീന് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ ഈ നടയിൽ വെച്ചാണ്. ആ സംസാരിക്കുന്നതിനിടയിൽ ഷോട്ടുകൾക്കിടയിൽ ആ കാണുന്ന മലനിരകൾ കാണാമോ എന്നറിയില്ല, ആ മലനിരകളും ആ പാറക്കെട്ടുകളും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ താഴത്തെ വഴികളും ആ ഷോട്ടുകൾക്കിടയിൽ കാണിക്കുന്നു. അടുത്ത ഒരു സീനില് രഞ്ജിനിയുടെ കഥാപാത്രം പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് പള്ളി പിരിഞ്ഞ് ആൾക്കാരൊക്കെ ഇറങ്ങുമ്പോൾ ഈ വഴിയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങി വരുന്നത്. അപ്പോൾ രഞ്ജിനിയുടെ കഥാപാത്രം ഇതിലെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ആളുകളൊക്കെ പള്ളി പിരിഞ്ഞ് ഇതിലെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോഴത്തേക്ക് രഞ്ജിനി ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഇന്ന് വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരുമായിരിക്കും എന്നൊക്കെ വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികത്തേക്ക് ചെല്ലും. അപ്പൊ അച്ഛൻ രഞ്ജിനിയെ വിവാഹത്തിന്റെ കുറച്ച് പറഞ്ഞ് നല്ലതോടെ രഞ്ജിനി നടന്ന് ഇറങ്ങിപ്പോകുന്നത് ഇതിലെയാണ്. ഈ കാണുന്ന ഗ്രില്ലുകളൊക്കെ വിവാഹം എന്ന കൂതാശയുടെ അന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ രഞ്ജിനിയുടെയും അച്ഛന്റെയും കഥാപാത്രങ്ങൾ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതിലെ ഇങ്ങനെ തിരുസഭയുടെ നിയമങ്ങൾ 36 വർഷങ്ങൾക്ക് ശേഷം കോട്ടയം ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും കാഴ്ചകളാണ് ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം, മനസ്സുകൾ. കോട്ടയം കുഞ്ഞച്ചന്റെ അടുത്ത ഒരു ലൊക്കേഷൻ തേടിയാണ് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരിയിൽ നിന്നും കുറച്ച് മാറി പന്ത എന്ന സ്ഥലത്താണ്. ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെയാണ് ഈ പന്ത എന്ന സ്ഥലവും. അവിടെ നമ്മൾ തേടിയെത്തിയിരിക്കുന്നത് കോട്ടയം കുഞ്ഞച്ചനിലെ പ്രതാപ് ചന്ദ്രൻ്റെ വീടാണ്. പ്രതാപ് ചന്ദ്രൻ്റെയും ബാബു ആൻ്റണി ജിമ്മി എന്ന മകൻ, അപ്പോൾ അവരുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന സീനുകളും ആ വീടും ഒക്കെ ഒന്ന് കാണാം. എനിക്ക് പിന്നിലായി കാണുന്നതാണ് കോട്ടയം കുഞ്ഞച്ചനിലെ പ്രതാപ് ചന്ദ്രൻ്റെ വീട് എന്ന് പറയുന്നത്. ഇവിടെ 2 3 സീനുകളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഉപ്പുകണ്ടം ബ്രദേഴ്സ്, നമ്മുടെ KP ലളിതയുടെ ആങ്ങളമാർ വന്നിട്ട് ഈ പ്രതാപ് ചന്ദ്രൻ്റെ കഥാപാത്രം ഇൻഡസെന്റിനെ തല്ലുന്നതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് KP ലളിതയുടെ കഥാപാത്രം ഉപ്പുകണ്ടം ബ്രദേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗം. അപ്പോൾ അവിടെ ഒരു സംഘടന രംഗങ്ങൾ നടക്കുന്നത് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കല്യാണം മുടക്കിയതിന്, ഈ രഞ്ജിനിയുടെ കഥാപാത്രത്തിൻ്റെ കല്യാണം മുടക്കിയതിന് ഇന്നസെന്റിനെ KP ലളിതയൊക്കെ ചോദിക്കാനായിട്ട് വിടുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ 2 രംഗങ്ങൾ ഈ വീട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 36 വർഷങ്ങൾക്ക് ശേഷം കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ പ്രതാപ് ചന്ദ്രൻ്റെയും ബാബു ആൻ്റണിയുടെയും ഒക്കെ വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചെറിയ അവിടെ ഇവിടെയായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വീടിനുണ്ട്. ഇവിടെ ചിത്രീകരിച്ച സീനുകളിലെ ചില ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. പ്രതാപ് ചന്ദ്രൻ്റെ വീട്ടിലേക്ക്, ബാബുവിൻ്റെയൊക്കെ വീട്ടിലേക്ക് 36 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് കയറി വരുവാണ്. കോട്ടയം കുഞ്ഞച്ചനിലെ
പ്രതാപ്ചന്ദ്രൻ്റെ വീട് ഇതാണ്. ഇതിനകത്ത് സംഘടന രംഗങ്ങളിൽ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഇവിടെ പിന്നെ പ്രതാപ്ചന്ദ്രനും ഒക്കെ ആയിട്ട് കാഞ്ഞിരപ്പള്ളി പാപ്പൻ എന്ന കഥാപാത്രമായിട്ട് അടി കൂടാനായിട്ട് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവരിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് KPS ലളിതയുടെ ഒക്കെ കഥാപാത്രം, ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്, KPS ലളിതയുടെ വീട് ഇവിടെ ഒന്നുമില്ല. സിനിമയിൽ ഈ 2 വീടുകളും അടുത്തടുത്തായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് രണ്ട് സ്ഥലത്താണ്, നല്ല ദൂരമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ നല്ല ഡിസ്റ്റൻസിലാണ് ഈ 2 വീടുകളും ഇരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സംവിധായകനും അതിൻ്റെ ക്യാമറാമാനും ഒക്കെ ഇത് രണ്ടും അടുത്തടുത്ത വീടുകളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സംഘടന രംഗങ്ങൾ നടക്കുമ്പോഴത്തേക്ക് KPS ലളിതയുടെ കഥാപാത്രം നമ്മുടെ ഒരു കപ്പത്തണ്ടിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഇവിടെയായിട്ടാണ്. ഇവർക്കിവിടെ കപ്പകൃഷി ഉണ്ടായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് കപ്പകൃഷി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കപ്പത്തണ്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവർ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇപ്പോഴും ഇവിടെ കപ്പയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന അന്ന് കൃഷി ചെയ്തിരുന്ന ഒരു കപ്പത്തണ്ടിലാണ് പിടിച്ച് അന്ന് KPS ലളിതയുടെ ഒക്കെ ഇവിടെ നിന്നിട്ടാണ് ആ സംഘടന രംഗങ്ങൾ കണ്ടിരുന്നത്. ഇവിടെ അടി നടക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഇതൊക്കെ, ഈ വീടിനും മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആ സീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ട്രാൻസ്ഫോമർ കണ്ടോ, ഈ ട്രാൻസ്ഫോമറിന് അന്ന് ഈ ഗ്രില്ലല്ല, വേറെ ഗ്രില്ലാണ്. അന്ന് ഈ ട്രാൻസ്ഫോമറും ഒക്കെ ആ സംഘടന രംഗങ്ങളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്നത് ഈ പുറകിലായി കാണുന്ന റബ്ബർ തോട്ടം, ആ റബ്ബർ തോട്ടവും ആ സംഘടന രംഗങ്ങൾക്കിടയിൽ കാണാൻ പറ്റും. അതുപോലെ ഈ മതിലിൻ്റെ ഭാഗങ്ങളൊക്കെ, ഈ വീടിൻ്റെ മതിലിൻ്റെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഇവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഹാൻഡ് റെയിൽ അത് മാറിയിട്ടുണ്ട്. അതുപോലെ ജനലുകളുമൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാർ പോർച്ചിലെ തൂണുകൾ അതൊക്കെ തന്നെയാണ്, പക്ഷേങ്കിൽ അതിന് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ആ തൂണുകളിൽ. ഇപ്പോഴത്തെ പ്രധാനമായിട്ടും ഈ വീടിൻ്റെ മാറ്റങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ 1990 കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ്റെ പ്രതാപ്ചന്ദ്രൻ്റെ മകൻ ജിമ്മി, ഭഗവാനെ അവതരിപ്പിച്ച ജിമ്മിയുടെ വീടാണ് ഈ കാണുന്നത്. വർഷം 36 കഴിഞ്ഞു. വീടിനും മാറ്റങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ആ സംഘടന രംഗങ്ങൾക്ക് ഒടുവിലായിട്ട് നമ്മുടെ പോലീസുകാർ വരുന്ന ഒരു രംഗമുണ്ട്. ആ പോലീസുകാർ വരുന്ന രംഗം എന്ന് പറയുന്നത്, പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ ഒരു വഴി വരുന്നുണ്ട്. ആ വഴിയെയാണ് പോലീസ് ജീപ്പ് വരുന്നത്. ഇവിടുന്നാണ് ആ പോലീസ് ജീപ്പ് വരുന്നത്. അങ്ങനെ വന്നാണ് ഇതകത്തോട്ട് കയറുന്നത്. അവരെ അവസാനം പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാഞ്ഞിരപ്പള്ളി പാപ്പൻ എന്ന പ്രതാപ്ചന്ദ്രൻ്റെ വീടാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിലെ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ അവരുടെ വീട് ഇവരിവിടെ ഷൂട്ടിങ്ങിന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ വീടിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ്റെ സ്ഥലവും എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അത് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി ഒക്കെ തന്നെ ഇവർക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ളത് വളരെ കൗതുകകരമാണ്. ഞാനിവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഞങ്ങൾ കോട്ടയംകാരാണ് എന്ന് പറയുന്നു. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ ഒരു ലൊക്കേഷനായിട്ട് അവർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഈ കോട്ടയംകാരനാണ് എന്നുള്ളത് ഒരു വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഈ വീട്ടുകാർക്കും ശരിക്കും കാഞ്ഞിരപ്പള്ളി ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ളത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പൂരി എന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു കുടിയേറ്റ മലയോര ഗ്രാമമാണ്. കോട്ടയം സൈഡിൽ നിന്നുള്ള, പാലാ, കോട്ടയം, കാഞ്ഞിരപ്പള്ളി സൈഡിൽ നിന്നുള്ള ആൾക്കാർ പണ്ടുകാലത്ത് കുടിയേറി പാർത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പൂരി എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയത്തിനോട് സാദൃശ്യം തോന്നുക സ്വാഭാവികമാണ്. എനിക്ക് പിന്നിലായി കാണുന്നതുണ്ടോ, ഒരു വലിയ റബ്ബർ തോട്ടമാണ്. വലിയ പാറകളൊക്കെ ആ റബ്ബർ തോട്ടത്തിന് ഇടയിലുണ്ട്. ഒരു കോട്ടയം പ്രദേശം പോലെ തോന്നും ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് പന്തയാണ്, അമ്പൂരിക്കടുത്തുള്ള പന്ത. ഇവർ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇവിടം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് കോട്ടയത്തോട് സാമ്യമുള്ള ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. തിരുവനന്തപുരത്തുള്ള കോട്ടയത്തോട് സാമ്യമുള്ള ഒരു മലയോര ഗ്രാമപ്രദേശമായതുകൊണ്ടാണ് ഇവരിവിടം തിരഞ്ഞെടുക്കാൻ ഇടയായത്. അപ്പം ഇതോടുകൂടി കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട വാങ്ങട്ടെ. ബായ്.